ചില കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. അതായത് രാഷ്ട്രീയ ഗതി മാറുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്ന രൂപത്തിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു ഭരണമാറ്റമാണ് എനിക്ക് തോന്നുന്നത്. ഭരണമാറ്റത്തിന് ഉള്ള സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അത് ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയി രാവിലെ തന്നെ വന്ന നീണ്ട ക്യൂ ആയി അതായത് ആഹ്, ഒരു സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി തന്നെ പരിണമിക്കുന്ന രീതിയിൽ ബൂത്തുകളിൽ ആ രീതിയിലൊരു വലിയ ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പാനന്തരം നടക്കുന്ന പ്രതികരണങ്ങൾ കൂടി അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിനെ ഏറ്റവും അധികം പിന്തുണച്ചുകൊണ്ടിരുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ന്യായീകരണം ചമച്ചിരുന്ന ഇടത് ബുദ്ധിജീവികൾക്കിടയിൽ തന്നെ വന്നിരിക്കുന്ന ചില അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ CPM-ന്റെ പതിവ് രീതികൾ വിട്ടുകൊണ്ട് ഒരൊറ്റ നേതാവിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിലേക്ക്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പിണറായി വിജയൻ എന്നൊരൊറ്റ നേതാവാണ്. എത്ര പറഞ്ഞാലും നമ്മൾ കാണുന്നതാണ്. റോഡിലേക്ക് ഇറങ്ങിയാൽ ഓരോ 100 മീറ്ററിലും ഹോർഡിങ്സ് കാണുകയാണ്. പിണറായി വിജയൻ എന്നൊരൊറ്റ നേതാവിനെ ഇതിനു മുന്നേയുള്ള തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു? നമുക്ക് LDF-ലെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാം. അത് വീഡിയോ ആയിട്ടാണ് പ്രചരിച്ചിരുന്നത്. അതിൽ VS അച്യുതാനന്ദനുണ്ട്, പിണറായി വിജയനുണ്ട്, കോടിയേരിയുണ്ട്, കാനമുണ്ട്. അങ്ങനെ മുഴുവൻ നേതാക്കളുമുള്ള നേതാക്കളുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അതായത് തിരഞ്ഞെടുപ്പിനെ ഇവർ നയിക്കുന്നു എന്ന രൂപത്തിൽ. ഈ 2021 എന്നുള്ളത് മറ്റൊരു സാഹചര്യമാണ്. അത് കോവിഡ് സാഹചര്യം കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് അന്ന് ഒരു വിശ്വാസം ജനങ്ങൾക്ക് ഒരു രക്ഷകൻ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അത് തുടരുമ്പോൾ ആ രക്ഷകന്റെ ഭാവം മാറി രക്ഷകൻ വേറൊരു രൂപത്തിലേക്കായി മാറുകയും ഇവിടെ എന്താണ് മേലാളനും അടിയാളനും എന്ന രൂപത്തിലേക്കൊക്കെ മാറുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ അതായത് സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാർ ഇപ്പോൾ എന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാകെ നമ്മൾ കേട്ടത് എന്താണ്? രാഷ്ട്രീയം പറയരുത്. രാഷ്ട്രീയം എന്തിനാണ് പറയുന്നത്? നിങ്ങൾക്ക് വികസനം പറഞ്ഞാൽ പോരെ. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കൂ എന്ന പ്രതികരണമാണ് കണ്ടത്. രാഷ്ട്രീയം പറയുന്നത് ഭയങ്കര അരോചകമായി കാണുകയാണ്. രാഷ്ട്രീയം സംസാരിച്ചേ കൂടാ. ഇവിടെ വികസനം മാത്രം പറയുക, ഇവിടെ റോഡിന്റെ വികസനം പറയുക, പാലങ്ങളുടെ വികസനം പറയുക. ഞങ്ങളിതാ ജനക്ഷേമ പദ്ധതികൾ, ഞങ്ങളിതാ പെൻഷൻ തരുന്നില്ലേ? ഇതൊക്കെ തന്നെയും ഞങ്ങൾ തരുന്ന ഒരു ഔദാര്യം എന്ന മട്ടിൽ ആയിപ്പോകുന്ന ഒരു ഉദ്ദേശായും ഉദ്ദേശിച്ചിട്ടല്ല ആണെങ്കിലും ആ പ്രതികരണം ആ രൂപത്തിലാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്.